മോളെവിടെ? അയ്യോ എന്റെ മോള് പറ്റില്ല. പറ വെച്ചേ, ഈ ഫോട്ടോയിൽ കാണുന്ന ചേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ? എനിക്കറിയില്ല. എനിക്ക് എന്റെ അച്ഛനെ അമ്മേനെ കാണണം. നീ കരച്ചിൽ നിർത്തിട്ട് സത്യം പറ. എന്നാ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവാം. പറ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, കൊന്നാളെ ഞാൻ. വേണ്ടച്ച, നമുക്കെല്ലാം തുറന്നു പറയാം. അവരനുമോളെ ഉപദ്രവിക്കും. അയാളൊരു ദുഷ്ടന. എനിക്ക് പേടിയാവുക. ഞാൻ കുറ്റം ഏറ്റെടുത്തോളാം. അതോടെ എല്ലാം അവസാനിക്കുമല്ലോ. അതിനു വേണ്ടിയാണോ നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്, ഈ തല്ല് മുഴുവൻ കൊണ്ടത്? നിങ്ങൾ ആരും ജയിലിൽ പോയില്ല, അതെന്റെ വാക്കാ. ആ വാക്ക് പാലിക്കാൻ സാധിച്ചില്ലേ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അവരനുമോളെ ഒന്നും ചെയ്യില്ല, അതോർത്ത് പേടിക്കണ്ട. അവൾ പിടിച്ചു തന്നോളും. എനിക്കറിയില്ല അങ്കിൾ. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഗീത, ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ്. നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നിയമവിരുദ്ധമാണ്. അപ്പൊ നമ്മുടെ മകനോ? അവനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം, വേറെ ഏതെങ്കിലും രീതിയിൽ അന്വേഷിക്കണം. ആ കുഞ്ഞിനെങ്കിലും വെറുതെ വിട്. ഇയാൾ എന്തുമാത്രമാണ് അവരെ ഉപദ്രവിച്ചത്? എന്നിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? സത്യത്തിൽ അവർ നിരപരാധികളാണെങ്കിൽ ഗീത, നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ചിലപ്പോ ഇയാൾക്ക് തെറ്റിയതായിരിക്കും. നീ പറയില്ലല്ലേ? ഞാൻ പറയാം. നിങ്ങൾ എന്റെ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോവാ? ആ പയ്യനെ കുടിച്ചിട്ടിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ. നിന്റെ കളി കഴിഞ്ഞു ജോർജ് കുട്ടി. ഇനി കുടുംബം അടച്ചു പോയി കിടക്കാം അങ്ങ് ജയിലില്. ആര് വിചാരിച്ചാലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. പിടിച്ച് കേട്ടോ എല്ലാത്തിനെ. ഞങ്ങളെ അകത്തേക്ക് വിടുവോ? ആ നിൽക്കുന്ന ജോർജ് കുട്ടി ഞങ്ങളുടെ മകനാ. അച്ഛനാണല്ലോ അമ്മയാണല്ലോ ഇപ്പൊ ആരെയും പ്രതികളുടെ അടുത്തോട്ട് വിടത്തില്ല. പ്രതികളോ? എന്താ പ്രതികളാണോ അവര്? അത് വഴി അറിഞ്ഞോളൂ. അറിയാനൊന്നുമില്ല. അതാ സഹദേവൻ എന്ന പോലീസുകാരൻ കലിപ്പ് തീർക്കണമെന്ന് ഞങ്ങൾക്കറിയാം. എന്താ സർ പ്രശ്നം? എന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾക്കും അറിയില്ല മോളെ. ആ നിൽക്കുന്നത് എന്റെ മകളും മരുമകനുമാണ്. കഴിഞ്ഞ ദിവസം അവരെ പോലീസ് കൊണ്ടുപോയി ആവശ്യത്തിന് ചോദ്യം ചെയ്തതാ. എന്തിനു വേണ്ടി? ഏതോ ഐജിയുടെ മകനെ കാണാനില്ലെന്ന് പറഞ്ഞാ ചോദ്യം ചെയ്ത്. നിങ്ങൾ ആരാ? ഇതെന്റെ മകനാ. ഇതൊരു കള്ള കേസാണ് സാറുമാരെ. ഈ ജോർജ് കുട്ടീനെയും കുടുംബത്തെയൊക്കെ ഈ നാട്ടിൽ നമുക്കൊക്കെ നല്ലോണം അറിയാം. അന്തസ്സോടെ മാന്യമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം അത്. അവരെ കള്ളക്കണിയിൽ പെടുത്തിയിരിക്കുക. അതാ SIന്റെ അടുത്ത് നിൽക്കണ കണ്ടില്ലേ, ആ മുക്ക് സഹദേവൻ. പറഞ്ഞു പോയത് അച്ഛാ. അയാള് മോളെ തന്നെയാ. ഞാൻ പേടിച്ചു പോയി. സാരല്ല മോളെ, സാരല്ല.
മോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ? ഇല്ല അച്ഛാ, അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല മോളെ, മോള് ചെയ്താ ശരി. അച്ഛാ, രാജേഷ ഇത് കണ്ടോ? എന്റെ കുഞ്ഞിനെ ആ സഹദേവൻ എന്ന പോലീസുകാരൻ തല്ലി. ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളുടെ കുടുംബത്തെ ഇവര് തല്ലി ചതക്കുക. ആ സഹദേവൻ എന്റെ കുഞ്ഞിനെ തല്ലേ. വേണമെന്ന് വെച്ച് ഇനി ഞാൻ തല്ലും. നീ എന്ത് ചെയ്യും? മോളെ പോലീസുകാർ ഉപദ്രവിച്ചോ? മോള് ധൈര്യമായിട്ട് പറഞ്ഞോ. ഇനി ആരും മോളെ ഒന്നും ചെയ്യത്തില്ല. പറഞ്ഞോ. പറ. IG ഗീതാ പ്രഭാകരന്റെ മകൻ വരുൺ പ്രഭാകരന്റെ തിരോധാനത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയുന്നു. ഇതേ തുടർന്ന് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് കോൺസ്റ്റബിൾ സഹദേവനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട SI ഉൾപ്പെടെ മറ്റു പോലീസുകാരെ സ്ഥലം മാറ്റുകയും IG ഗീതാ പ്രഭാകരനോട് ലീവിൽ പോകാൻ DGP ആവശ്യപ്പെടുകയും ചെയ്തു. പൊതുതാൽപര്യ ഹർജി പ്രകാരം ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ചോദ്യം ചെയ്യണമെങ്കിൽ കോടതിയുടെ പ്രത്യേക അനുവാദം വാങ്ങണമെന്ന് ജില്ലാ കോടതി ഉത്തരവിട്ടു. ജോർജുട്ടി, ജോർജുട്ടി, IG ഗീതാ പ്രഭാകർ രാജിവെച്ചു. ജോർജുട്ടി, ഒന്നാലോചിച്ചാൽ അവരുടെ കാര്യം കഷ്ടമല്ലേ? അവരെന്ത് തെറ്റ് ചെയ്തു? എത്ര വലിയ IG ആണെന്ന് പറഞ്ഞാലും അതിനെല്ലാം അപ്പുറം അവരൊരമ്മയല്ലേ? സത്യത്തിൽ നമ്മളല്ലേ അവരെ ദ്രോഹിച്ചത്? നിനക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് നിന്റെ മനസ്സിന്റെ നന്മ. നീ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ആ പയ്യൻ മൂലം നമ്മുടെ മകൾക്കാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചെങ്കിൽ ആ അമ്മ സ്വന്തം മകനെ രക്ഷിക്കാൻ ശ്രമിക്കില്ലേ? ശ്രമിക്കും. ഇതിലെ ശരിയും തെറ്റും ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. മനുഷ്യ സഹജമായ സ്വാർത്ഥതയാണിത്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് വലുതാണ്. മറിച്ച് ചിന്തിച്ചാൽ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്കിത് സൗകര്യപൂർവ്വം മറക്കാം. ജോർജുട്ടി, ആ ബോഡി എന്നാ മാറ്റിയത്? ആ കാറ് മാറ്റിയിട്ട് വന്ന ഞായറാഴ്ച രാത്രി. എങ്ങോട്ടാ മാറ്റിയത്? ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. അതിലാണ് നിങ്ങളുടെ സുരക്ഷ. അനുമോള് പറയാതെ പിടിച്ചു നിൽക്കുമെന്ന് ജോർജ് കുട്ടി വിശ്വസിച്ചിരുന്നു. സത്യത്തിൽ ഇവിടെയാണ് എൻ്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചുപോയത്. നിങ്ങൾ 3 പേരും ഇത്രയും പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അനുമോൾക്ക് അല്പം കൂടി മുൻപ് പറയാമായിരുന്നു. പാവം. ഞാൻ കാരണം നിങ്ങൾ ഒത്തിരി അനുഭവിച്ചു. എന്താ ഇത് ജോർജ് കുട്ടി? ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, പോലീസ് വന്നിട്ടുണ്ട്.